ഇന്ത്യയുടെ 13ാമത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിൻ്റെ 10 വർഷങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നുവെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. അതിലാദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് നോക്കാം. അതിലൊന്നാമത്തേത് സാമ്പത്തിക വളർച്ചയാണ്. സിംഗിൻ്റെ ആദ്യ ടീമിൽ ഇന്ത്യ ശ്രദ്ധേയമായ സാമ്പത്തിക വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ശരാശരി പ്രതിവർഷം 8.5 GDP വളർച്ചയുണ്ടായിരുന്നു. സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ 1991 ധനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. ഈ പരിഷ്കാരങ്ങൾക്ക് പിന്നീടും അദ്ദേഹം പ്രോത്സാഹനം നൽകി. നിക്ഷേപം, വ്യാപാരം, സ്വകാര്യവൽക്കരണം എന്നിവ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. വിദേശത്ത് നിന്ന് നേരിട്ടുള്ള നിക്ഷേപത്തിൽ കാര്യമായ വർധനവുണ്ടായി. ടെലികോം, റിട്ടെയിൽ, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെ വിദേശ നിക്ഷേപ നയങ്ങൾ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ വികസിക്കുന്ന മിഡിൽ ക്ലാസിനെ ഇന്ത്യ കണ്ടു. അതിവേഗ നഗരവൽക്കരണവും ഉയർന്ന ഡിസ്പോസിബിൾ വരുമാനവും ഉപഭോക്തൃ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനും ഊർജ്ജസ്വലമായ സമ്പദ് വ്യവസ്ഥയ്ക്കും കാരണമായി. ഈ കാലഘട്ടം ആഗോള സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. 2005 ആരംഭിച്ച MGNREGA ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യക്ഷേമ പരിപാടികളിലൊന്നായി മാറി. പ്രധാന ഹൈലൈറ്റുകളിൽ ഇവ ഉൾപ്പെടുന്നു. ഉറപ്പുള്ള തൊഴിൽ. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ലക്ഷ്യമിട്ട് ഗ്രാമീണ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 100 ദിവസത്തെ കൂലിയുള്ള ജോലി അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അടിസ്ഥാന സൗകര്യ വികസനത്തിലും തൊഴിലുറപ്പ് പദ്ധതി പ്രധാന പങ്ക് വഹിച്ചു. ഗ്രാമീണ സമൂഹങ്ങൾക്കായി റോഡുകൾ, ജലസേചന സൗകര്യങ്ങൾ, മറ്റ് ആസ്തികൾ എന്നിവ നിർമ്മിക്കുന്നതിൽ പല പദ്ധതികളും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അടുത്തത് സ്ത്രീകളെ ശാക്തീകരിക്കുന്ന കാര്യത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രധാന പങ്ക്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകളാണ് കൂടുതലായി തൊഴിലിന് അർഹരായത്. ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് സ്ഥിരവരുമാനം ലഭ്യമാക്കാൻ ഈ കാര്യം സഹായിച്ചു. ഗ്രാമപ്രദേശങ്ങളിലെ ലിംഗപരമായ വിവേചനങ്ങൾ ഒഴിവാക്കാനും തൊഴിലുറപ്പ് പദ്ധതി സഹായകരമായി. അടുത്ത് ഇന്ത്യ-US സിവിൽ ആണവ കരാറാണ്. 2008 ഒപ്പുവെച്ച ഈ സുപ്രധാന കരാർ ഇന്ത്യയുടെ ആണവ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കുകയും സിവിലിയൻ ആണവ സാങ്കേതിക വിദ്യയിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്തു. ഇതിൻ്റെ പ്രധാന ഫലങ്ങൾ ഇവയായിരുന്നു. ഊർജ്ജ സുരക്ഷ. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിന് ആണവോർജ്ജ പദ്ധതികൾക്ക് ഇത് വഴിയൊരുക്കി. തന്ത്രപരമായ പങ്കാളിത്തം. ഇത് ഇന്ത്യ-US ബന്ധം ശക്തിപ്പെടുത്തി. സഖ്യകക്ഷികളിൽ നിന്നും രാഷ്ട്രീയ എതിരാളികളിൽ നിന്നുമുള്ള എതിർപ്പുകൾക്കിടയിൽ സിംഗിൻ്റെ നയതന്ത്ര വൈദഗ്ധ്യം പ്രകടമായി. അടുത്തൊരു അച്ചീവ്മെൻറ്റ് വിവരാവകാശ നിയമമാണ്. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമം സർക്കാർ വകുപ്പുകളിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാക്കാൻ പൗരന്മാർക്ക് അധികാരം നൽകി. ഇതുമൂലം സുതാര്യത പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. പൗരന്മാർക്ക് ഇപ്പോൾ പൊതു ചെലവുകൾ, അഴിമതി, നയങ്ങൾ എന്നിവ ചോദ്യം ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ഉത്തരവാദിത്തം ശക്തിപ്പെടുത്തി. സർക്കാർ ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതായിട്ട് ഈ പറയുന്ന വിവരാവകാശ നിയമം മൂലം സാധിക്കുകയുണ്ടായി. അടുത്ത സാമൂഹ്യ ക്ഷേമ പരിപാടികളാണ്. നിരവധി വിദ്യാഭ്യാസവും ആരോഗ്യപരമായ പല സാമൂഹ്യ ക്ഷേമ പരിപാടികൾ മൻമോഹൻ സിംഗിൻ്റെ ആദ്യകാലങ്ങളിലുണ്ടായി. സർവശിക്ഷ അഭിയാൻ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നതായിരുന്നു ഒരു പ്രധാന പദ്ധതി. ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം വിപുലീകരിക്കുകയും കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ മാതൃ ശിശുമരണ നിരക്ക് ലക്ഷ്യമിട്ട് ഗ്രാമീണ പ്രദേശങ്ങളിലെ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ചു. അടുത്ത ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷനാണ്. 2005 അവതരിപ്പിച്ച ഈ പരിപാടി നഗര അടിസ്ഥാന സൗകര്യങ്ങളെ നവീകരിച്ചു. നഗരവികസനത്തിലും ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഭവന പദ്ധതികൾക്കും ശുചിത്വം എന്നിവയിൽ ഇവ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സിറ്റി പ്ലാനിംഗ് ആയിരുന്നു അടുത്തൊരിത്. ഇന്ത്യയുടെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരങ്ങളെ നിയന്ത്രിക്കുന്നതിന് സുസ്ഥിരമായ നഗര വളർച്ച മൻമോഹൻ സിംഗ് പ്രോത്സാഹിപ്പിച്ചു. മൻമോഹൻ സിംഗിൻ്റെ ആദ്യത്തെ 5 കൊല്ലത്തെ നേട്ടമാണ് ഇത്രയും നേരം പറഞ്ഞ്. ഇനി രണ്ടാമത്തെ 5 കൊല്ലത്തെ നേട്ടങ്ങൾ നോക്കാം. അതിലൊന്നാമത്തേത് ആഗോള മാന്ദ്യകാലത്ത് സാമ്പത്തിക പ്രതിരോധമായിരുന്നു. സിംഗിൻ്റെ നേതൃത്വം ഇന്ത്യയെ നാവിഗേറ്റ് ചെയ്യാൻ സഹായിക്കുകയുണ്ടായി. ആഗോള മാന്ദ്യത്തിൻ്റെ സമയത്ത് 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ അനന്തരഫലങ്ങളുമായി ഇന്ത്യയെ പൊരുത്തപ്പെടാൻ മൻമോഹൻ സിംഗിൻ്റെ നയങ്ങൾ കാരണമായി. പല സമ്പദ് വ്യവസ്ഥകളും പ്രതിസന്ധിയിലായിരുന്നപ്പോൾ ഇന്ത്യ തൻ്റെ ആദ്യ ടീമിനെ അപേക്ഷിച്ച് മന്ദഗതിയിലായിരുന്നെങ്കിലും സ്ഥിരമായ വളർച്ചാ നിരക്ക് നിലനിർത്തി. സാമ്പത്തിക ഉത്തേജനത്തിലും അടിസ്ഥാന സൗകര്യ നിക്ഷേപത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നയങ്ങൾ സാമ്പത്തിക ഉത്തേജനം നിലനിർത്താൻ സഹായകരമായി. അതായത് മൻമോഹൻ സിംഗിൻ്റെ നയങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാൻ പ്രധാന പങ്ക് വഹിച്ചു. അടുത്ത ഭക്ഷ്യസുരക്ഷാ നിയമമാണ്. 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സായത്.
ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം ദരിദ്രർക്ക് ഭക്ഷണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന സംരംഭമായിരുന്നു. ഇത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 67% പേർക്ക് സബ്സിഡിയുള്ള ധാന്യങ്ങൾ നൽകി. ഇത് ആഗോളതലത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ സുരക്ഷാ പരിപാടികളിലൊന്നായി മാറി. അടുത്ത് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റമാണ്, അഥവാ DBT. സിംഗിൻ്റെ സർക്കാർ DBT അവതരിപ്പിച്ചു. സബ്സിഡികൾ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറുന്നതിലൂടെ അഴിമതി കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയായിരുന്നു ഇത്. ഇത് സംരംഭം ക്ഷേമ വികസനത്തിലെ ഭാവി പരിഷ്കാരങ്ങൾക്ക് അടിത്തറ പാകി. അടുത്ത് സാമൂഹ്യക്ഷേമം വിപുലീകരിക്കലാണ്. 2009 പ്രാബല്യത്തിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമം പോലെയുള്ള പരിപാടികൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. MGNREGA പോലുള്ള പദ്ധതികളിലൂടെ ഗ്രാമവികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മൻമോഹൻ സിംഗിനായി. ഇത് തൊഴിൽ നൽകുകയും ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു. അടുത്ത് വിദേശ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയതാണ്. അമേരിക്ക, ജപ്പാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സിംഗ് പ്രധാന പങ്കുവഹിച്ചു. പ്രതിരോധം, വ്യാപാരം, ഊർജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ ഒപ്പുവെച്ചു. അടുത്ത അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലാണ്. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാനും സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് റോഡുകൾ, റെയിൽവേ, വൈദ്യുതി പദ്ധതികൾ എന്നിവയിൽ വലിയ നിക്ഷേപം മൻമോഹൻ സിംഗ് നടത്തുകയുണ്ടായി. ഇത്രയധികം ഭരണ നേട്ടങ്ങളുണ്ടെങ്കിലും മൻമോഹൻ സിംഗിൻ്റെ ഭരണം വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇനി അവയുടെ കാരണങ്ങൾ നമുക്ക് നോക്കാം. അതിലൊന്നാമത്തേത് ദുർബലമായ നേതൃത്വമാണ്. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ പരക്കെ ആദരിക്കപ്പെടുന്ന മൻമോഹൻ സിംഗ് രാഷ്ട്രീയം അധികാരമില്ലായ്മയുടെ പേരിൽ വിമർശിക്കപ്പെട്ടു. യഥാർത്ഥ അധികാരം കോൺഗ്രസ് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയുടെ പക്കലാണെന്ന് പലരും വിശ്വസിച്ചു. ഇത് അദ്ദേഹം ഒരു പാവ പ്രധാനമന്ത്രിയാണെന്ന ധാരണയിലേക്ക് നയിച്ചു. അദ്ദേഹത്തിൻ്റെ ശാന്തവും സംയമനം പാലിക്കുന്നതുമായ പെരുമാറ്റം ഈ ധാരണയെ കൂട്ടിച്ചേർത്തിരുന്നു. അതായത് മൻമോഹൻ സിംഗിനെ പലതവണ മാറ്റിയിരുത്തി സോണിയാഗാന്ധി പല സീറ്റുകളിലും കയറിയിരിക്കുന്നത് നമ്മൾ പലപ്പോഴും ജീവികളിൽ കണ്ടിട്ടുണ്ട്. യഥാർത്ഥ അധികാരം സോണിയാഗാന്ധിയുടെ കൈകളിലാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമായിരുന്നു. അദ്ദേഹം ഒരു പാവ പ്രധാനമന്ത്രിയായിരുന്നു സ്ഥാനത്തിരുന്നതെന്ന് പലരും വിമർശിക്കുന്നുണ്ട്. അടുത്ത കൂട്ടുകെട്ട് രാഷ്ട്രീയമാണ്. ഒന്നിലധികം പ്രാദേശിക പാർട്ടികളുള്ള ഒരു കൂട്ടുകക്ഷി സർക്കാരായ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിൻ്റെ നേതാവായിരുന്നു സിംഗ്. സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത പലപ്പോഴും തീരുമാനമെടുക്കുന്നതിനെ മന്ദഗതിയിലാക്കുകയും നിർണായക നയപരമായ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയിലേക്ക് നയിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് തൊഴിൽ നിയമം, ഭൂമി ഏറ്റെടുക്കൽ പരിഷ്കാരങ്ങൾ തുടങ്ങി ചില സാമ്പത്തിക പരിഷ്കാരങ്ങൾ സഖ്യകക്ഷികളുടെ എതിർപ്പ് കാരണം വൈകുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട്. അടുത്ത് അഴിമതി ആരോപണങ്ങളാണ്. അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്നായിരുന്നു, പ്രത്യേകിച്ച് 2ാം ടേമിൽ. നമുക്കെല്ലാവർക്കും അറിയാം മൻമോഹൻ സിംഗ് ഒരു 10 വയസ്സ് പോലും കക്കാത്ത മനുഷ്യനായിരുന്നുവെന്ന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ബാക്കിയുള്ളവർ ധാരാളം അഴിമതി നടത്തി. അവയെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഒരിക്കലും മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹം വിമർശിക്കപ്പെട്ടു. ഇനി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുണ്ടായ വലിയ അഴിമതി ആരോപണങ്ങൾ നോക്കാം. അതിലൊന്നാമത്തേത് 2G സ്പെക്ട്രം അഴിമതിയാണ്. ടെലികോം ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് 1.76 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി. അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയാണ്. 2010 ഡൽഹിയിൽ നടന്ന ഗെയിംസിനുള്ള തയ്യാറെടുപ്പിനിടെ വിലക്കയറ്റവും ദുർഭരണവും ആരോപിച്ചു. അടുത്ത കോൾഗേറ്റ് അഴിമതിയാണ്. അത് 2012 ആ ആരോപണം ഉണ്ടാകുന്നത്. കൽക്കരി പാടങ്ങൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം പൊതുഖജനാവിന് വൻ നഷ്ടമുണ്ടാക്കി. സിംഗ് വ്യക്തിപരമായി സത്യസന്ധതയ്ക്ക് പേരുകേട്ട ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അഴിമതി തളച്ചു വളരാൻ അനുവദിക്കുന്ന അതായത് മന്ത്രിസഭയിലെ പലരും അഴിമതിയിൽ ഭാഗമായിരുന്നു. അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ മൻമോഹൻ സിംഗിന് സാധിച്ചിരുന്നില്ല. അടുത്ത പോളിസി പക്ഷാഘാതമാണ്. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ 2ാം ഭരണകാലം നയപരമായ പക്ഷാഘാതങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങളാൽ നശിപ്പിക്കപ്പെട്ടു. നിർണായകമായ പരിഷ്കാരങ്ങൾ വരുത്താനോ സാമ്പത്തിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനോ കഴിയാത്തതിനെ വിമർശകർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങളും സഖ്യകക്ഷികളുടെ സമ്മർദ്ദവും തീരുമാനമെടുക്കുന്നതിൽ കാലതാമസമുണ്ടാക്കി. ഇത് ബിസിനസ്സുകാരെയും നിക്ഷേപകരെയും നിരാശരാക്കി. അടുത്തത് സാമ്പത്തിക മാന്ദ്യമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കാലയളവിനെ ശ്രദ്ധേയമായ സാമ്പത്തിക വളർച്ചാ നിരക്കിന് ശേഷം അദ്ദേഹത്തിൻ്റെ 2ാം ടേമിൽ ഇന്ത്യയുടെ GDP വളർച്ച ഗണ്യമായി കുറഞ്ഞു. 2012-13 ആയപ്പോഴേക്കും ഏകദേശം 8-9% നിന്ന് 4.5 ആയി കുറഞ്ഞു. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, രൂപയുടെ മൂല്യം കുറയൽ എന്നിവ സാമ്പത്തിക വെല്ലുവിളികളായി തുടർന്നു. ധീരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ അഭാവത്തെ ചിലർ കുറ്റപ്പെടുത്തിക്കൊണ്ട്
ഈ പ്രശ്നങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിൽ സിംഗിൻ്റെ സർക്കാർ പരാജയപ്പെട്ടെന്ന് വിമർശകർ വാദിച്ചു. അടുത്ത് അഴിമതി വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ ഉദയമാണ്. വ്യാപകമായ പിന്തുണ നേടുകയും ഭരണപരാജയങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്ത അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിലുള്ള അഴിമതി വിരുദ്ധ സമരത്തിൽ സർക്കാരിനോടുള്ള പൊതു നിരാശ അവസാനിച്ചു. സിംഗിൻ്റെ ഭരണത്തിലെ അഴിമതിയും കാര്യക്ഷമതയില്ലായ്മയും ആഴത്തിലുള്ള അതൃപ്തി ഈ പ്രസ്ഥാനം തുറന്നുകാട്ടി. ഇത് സിംഗിൻ്റെ മന്ത്രിസഭയുടെ വിശ്വാസത്തെ കൂടുതൽ നശിപ്പിച്ചു. അടുത്ത് കമ്മ്യൂണിക്കേഷൻ ഡെഫിസിറ്റാണ്. സിംഗിൻ്റെ നിശബ്ദമായ പെരുമാറ്റവും പരിമിതമായ പൊതു ഇടപെടലുകളും നിശബ്ദ പ്രധാനമന്ത്രി എന്ന വിമർശനത്തിന് കാരണമായി. അഴിമതി കുംഭകോണങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം പോലുള്ള പ്രതിസന്ധികളിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനോ തൻ്റെ സർക്കാരിനെ പ്രതിരോധിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ വിമുഖത ദുർബലമായ നേതൃത്വത്തെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിച്ചു. മൻമോഹൻ സിംഗ് തൻ്റെ ആദ്യ ടൈമിൽ ശ്രദ്ധേയമായ വിജയം കൈവരിച്ചപ്പോൾ രണ്ടാം ടൈമിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ വിവാദങ്ങളിലും സാമ്പത്തിക വെല്ലുവിളികളിലും പൊതുജനവിശ്വാസം കുറയുന്നതിലും മുങ്ങി. സഖ്യരാഷ്ട്രീയം കൈകാര്യം ചെയ്യുക, സാമ്പത്തിക വളർച്ചയെ സാമൂഹിക ക്ഷേമവുമായി സന്തുലിതമാക്കുക, വൈവിധ്യവും ചലനാത്മകവുമായ ജനാധിപത്യത്തിൽ ഭരണപ്രശ്നങ്ങൾ നാവിഗേറ്റ് ചെയ്യുക തുടങ്ങിയ സങ്കീർണതകളെ അദ്ദേഹത്തിൻ്റെ ഭരണകാലം പ്രതിഫലിപ്പിക്കുന്നു.